ഹലോ, ബ്രോക്കർ ഗഫൂർ ഖാൻ സ്പീക്കിംഗ്. അപ്പുറത്താരാണ് സ്പീക്കണത്? ഹലോ, ഒന്ന് ഉറക്ക സ്പീക്കടോ, സ്പീക്ക്. എന്താണ്? അതെ, ഞമ്മള് തന്നെയാണ് സ്പീക്കണത്. അതേന്ന് നിർത്തടാ നിന്റെ സ്പീക്കൽ. ഓരോ അലവലാദികള് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് പോയിന്നാണ് ഇവന്മാരൊക്കെ സ്പീക്കണത്. ഹലോ, അതെ, നിങ്ങൾ കാര്യം സ്പീക്കൂ. പടച്ചോനെ, നിങ്ങളെ മോൻ ഗൾഫിന്ന് വന്നോ? അതൊക്കെ ഞമ്മളേറ്റ്. ഓനെ കൊണ്ട് നല്ല ഒന്നാം തരം പെണ്ണ് കെട്ടിക്കുന്ന കാര്യം ഞമ്മളേറ്റ്. ഓക്കെ, ഞമ്മളിപ്പൊ തന്നെ വരാം. എടാ, അയ്യപ്പം വന്ന് എത്ര ലീവുണ്ട്? 1 മാസത്തെ ലീവേ ഉള്ളൂ. അത് കുഴപ്പമില്ല. കല്യാണം ഞമ്മള് 2 ആഴ്ച കൊണ്ട് നടത്തി തരും. അല്ല മോനെ, അനക്ക് വല്ല ഡിമാൻഡ് ഉണ്ടോ? ഡിമാൻഡ് ഉണ്ടോന്നോ? ഇവന് ഗംഭീര ഡിമാൻഡ് അല്ലേ. ഗൾഫിൽ എത്ര കമ്പനികളാണെന്ന് ഇവന് വേണ്ടി പിടിവലി കൂടുന്നത്. ഇവനെ ഞങ്ങൾക്ക് വേണം, ഇവനെ ഞങ്ങൾക്ക് വേണം എന്നും പറഞ്ഞ് ബഹളല്ലേ. അതല്ലാന്ന്, പെണ്ണിന്റെ കാര്യത്തിൽ ഇവന് വല്ല ഡിമാൻഡും ഉണ്ടോന്നാണ് ഞമ്മൾ ചോദിച്ചത്. എനിക്ക് ചില ഡിമാൻഡുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്കല്ലല്ലോ, ഇവനല്ലേ കല്യാണം. ഇവന്റെ ഡിമാൻഡ് പറയൂ, അത് കേക്കട്ടെ. എനിക്ക് അയ്യേ, നാണിക്കാതെ പറയൂ മോനെ. എന്തിനാണ് ഈ ഇങ്ങനെ നാണിക്കണത്? പൈനാപ്പിള് പോലൊരു പെണ്ണായിരിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. കൊച്ചു കള്ള, ഇതായിരുന്നല്ലേ നിന്റെ മനസ്സില്? ശരി, ഞമ്മളേറ്റ്. പക്ഷേ ബ്രോക്കർ ചാർജ് ഇത്തിരി കൂടും. അതൊന്നൊരു വിഷയല്ല. 1000 ഉറുപ്പ്യ അഡ്വാൻസ് വെച്ചോ. വേണ്ടായിരുന്നു. ശരി, അപ്പൊ നാളെ തന്നെ പെണ്ണ് കാണാൻ പോകാൻ തയ്യാറായിക്കോ. ഞങ്ങള് വലിയ തറവാട്ടുകാരാ, കേട്ടിട്ടില്ലേ? കാട്ടുമല. കേട്ടിട്ടില്ല, ഞമ്മള് കണ്ടിട്ടുണ്ട്. അപ്പേ പെണ്ണിനെ വിളിക്കാം. മോളെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പൈനാപ്പിള് പോലെ. പൈനാപ്പിളോ? അപ്പൊ അത് ഇവൻ പൈനാപ്പിള് ഭയങ്കര ഇഷ്ടാണ്. പോകുമ്പോ ഒരു 15 കിലോ മേടിക്കണമെന്ന് പറഞ്ഞാണ്. ഇതെന്താണിത്? ബ്രോക്കറെ, പൈനാപ്പിള് പോലുള്ള പെണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് എന്താണത്? മോക്കം നിറച്ച് കുരുക്കളാണല്ലോടോ ഈ സാധനത്തിന്. അല്ല ചങ്ങായി, ഈ പൈനാപ്പിൾ കണ്ടില്ലേ? അതിന് നിറച്ച് കുരുക്കളല്ലടോ.